ഗീതാ ഗോവിന്ദത്തിൻ്റെ ഒരു അടിപൊളി പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ പ്രൊമോ വീഡിയോ ആണ്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ വീഡിയോ ആണ് വന്നിരിക്കുന്നത്. പ്രൊമോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമേ തന്നെ പറയട്ടെ, ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ പ്രൊമോ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ അവർണിക വരികയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ അജാസിൻ്റെ വണ്ടിയിലാണല്ലോ നമ്മുടെ അവർണിക വന്നത്. ഇത് കണ്ടിട്ട് നമ്മുടെ കിഷോറിന് അത്ര രസിച്ചിട്ടില്ല. കിഷോർ ചോദിക്കുകയാണ്, അവർണികയോട് കുത്തി ചോദിക്കുകയാണ്, നീ എവിടെ പോയി, എന്തിനു പോയി, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അവർണിക ചോദിക്കുകയാണ്, അതൊക്കെ നീ തിരക്കേണ്ട കാര്യമില്ലല്ലോ, അതൊക്കെ എൻ്റെ പ്രൈവസി അല്ലേ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ കിഷോർ ചോദിക്കുകയാണ്, അതെന്താ എനിക്ക് നിൻ്റെ കാര്യങ്ങളിൽ ഇടപെടണ്ടേ, നീ എൻ്റെ ഭാര്യയല്ലേ, അപ്പോൾ നിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ തിരക്കണ്ടേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അവർണിക പറയുകയാണ്, ആഹാ, അപ്പോൾ അതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലേ, പക്ഷേ ഞാൻ അതൊക്കെ മറക്കാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഓർക്കേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ടേ ഞാൻ അതൊന്നും തീരെ ഓർക്കാറില്ല എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ അവർണിക. അതേസമയത്ത് നമ്മുടെ ഗോവിന്ദും ഗീതവും കൂടി ഇങ്ങനെ കാറിൽ ഇങ്ങനെ തട്ടി ഉരുമി യാത്ര ചെയ്ത് പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് ഗോവിന്ദ് പറയാണ്, നമുക്ക് ഇപ്പോൾ വീട്ടിൽ പോയിട്ട് വലിയ അത്യാവശ്യമൊന്നും ഇല്ലല്ലോ, നമുക്ക് രണ്ടുപേർക്കും കൂടി ഒന്ന് കറങ്ങിയാലോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഗീതു പറയണ, ഞാൻ റെഡി, അതായത് ഗീതു ഇച്ഛിച്ചതും കണ്ണേട്ടം കൽപ്പിച്ചതും മിൽക്ക് എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ ഗീതു. പിന്നീടെന്ന് വെച്ചാൽ നമ്മുടെ വിജയലക്ഷ്മിയുടെ അടുത്ത് നമ്മുടെ ഗീതു നിൽക്കുന്നതാണ് കാണിക്കുന്നത്. വിജയലക്ഷ്മിയോട് പറയുകയാണ്, ഓ പിന്നെ അമ്മ വിളിച്ച ഇപ്പം കണ്ണേട്ടം വന്നിണക്കി തന്നെ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ വിജയലക്ഷ്മി പറയാണ്, എങ്ങനെയെങ്കിലും അവനൊന്ന് വന്നിരുന്നെങ്കിൽ എനിക്ക് അവനെ ദൂരെ നിന്നെങ്കിലും ഒന്ന് കാണുകയെങ്കിലും ചെയ്യാമായിരുന്നല്ലോ എന്നിങ്ങനെ പറയുകയാണ്. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വിജയലക്ഷ്മിയുടെ അടുത്ത് നമ്മുടെ ഗോവിന്ദ് നിൽക്കുന്നതാണ്. അപ്പോൾ ഗോവിന്ദ് വിജയലക്ഷ്മിയോട് പറയുകയാണ്, അവൾക്ക് എന്തെങ്കിലും ആവശ്യം വരുന്നെങ്കിൽ എന്നെ അറിയിക്കണം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ സംഭവം ആർക്കെന്ന് വെച്ചാൽ നമ്മുടെ രഞ്ജു നമ്മുടെ വിജയലക്ഷ്മിയുടെ കൂടെ ആയിരുന്നല്ലോ എന്നല്ല, കൂടെയാണ്. അപ്പോൾ ധ്യാനിനൊപ്പം പോയിരിക്കുകയാണ് നമ്മുടെ രഞ്ജു. അപ്പോൾ ചോദിക്കുകയാണ്, പിന്നെ അവൾക്ക് എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ, അവൾക്ക് എന്തെങ്കിലും കാര്യമുണ്ടായ എന്നെ അപ്പോഴേ അറിയിക്കണം എന്നിങ്ങനെ വിജയലക്ഷ്മിയോട് നമ്മുടെ ഗോവിന്ദ് പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് വിജയലക്ഷ്മി ചോദിക്കുകയാണ്, ഞാൻ വിളിച്ചാൽ നീ ഫോൺ എടുക്കോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ വിജയലക്ഷ്മി ചോദിക്കുകയാണ്, അമ്മ വിളിച്ചാൽ മോൻ ഫോൺ എടുക്കോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ നമ്മുടെ ഗോവിന്ദിന് വല്ലാത്ത വിഷമം തോന്നുകയാണ്. അങ്ങനെ നമ്മുടെ ഗോവിന്ദിൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറയുന്നതായിട്ട് കാണിക്കുകയാണ്. അതാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ വീഡിയോ എന്ന് പറയുന്നത്. നല്ലൊരു അടിപൊളി എപ്പിസോഡാണ്. അപ്പോൾ എന്തായാലും എപ്പിസോഡിൻ്റെ റിവ്യൂ ഒക്കെ ആയിട്ട് ഞാൻ പെട്ടെന്ന് വരുന്നതായിരിക്കും. എല്ലാവരും കാണണം. എല്ലാവരും റിവ്യൂ കാണാൻ മാത്രമല്ല, നിങ്ങൾ കമൻറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യണം. അതുപോലെ തന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, സാന്ത്വനം സീരിയലിൻ്റെ, അതായത് പഴയ സാന്ത്വനം ഉണ്ടല്ലോ, നമ്മുടെ ശിവാഞ്ജലി പ്രണയം, അതിൻ്റെ റിവ്യൂ ഞാൻ ചെയ്യുന്നുണ്ട്. എപ്പിസോഡ് 4 വരെയുള്ള ഭാഗങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് 14-ാം തീയതി ആയിരുന്നു 3 ഭാഗങ്ങളുടെ എപ്പിസോഡ് സംപ്രേഷണം ചെയ്തിട്ടുണ്ടായിരുന്നത്, നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നലത്തെ എപ്പിസോഡും ഇട്ടിട്ടുണ്ട്. അത് 4 എപ്പിസോഡുകൾ മൊത്തം ആയിട്ടുണ്ട് നമ്മുടെ സാന്ത്വനത്തിൻ്റെ. അപ്പോൾ കാണണം എന്നുള്ളവർ നമ്മുടെ ചാനലിൽ കയറി സെർച്ച് ചെയ്ത് കാണുക. ഉത്തര പ്രൊമോ ജംഗ്ഷൻ, അതാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്താ, ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ടും പ്രൊമോ വീഡിയോയുമായിട്ടും എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.